ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മുടെ വിക്ടർ ബേറിൻ്റെ ആധ്യാത്മിക പ്രബോധനത്തിൻ്റെ 2nd വോളിയം ദൈവകൃപ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്ന നാളുകളിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ കൊടുത്ത ആ ടോക്കുകൾ സമാഹരിച്ച് 2ാം വാല്യമാണ് ദൈവകൃപ എന്ന ബുക്ക്. ഈ പുസ്തകത്തിൽ ദൈവകൃപയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് എങ്ങനെ കർത്താവിൽ ജീവിക്കാം എന്നും എങ്ങനെ വിശുദ്ധരാകാം എന്നും സ്വർഗമാകുന്ന ആ നമ്മുടെ നിത്യവാസസ്ഥലത്തേക്ക് എങ്ങനെയെല്ലാം എത്തപ്പെടാം എന്നും ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ പുസ്തകം ആവശ്യമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ, ഈ പുസ്തകം എവിടെയെല്ലാം അവൈലബിൾ ആണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, ആ ഷോപ്പിലെത്തി നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. ബ്രദർ വിക്ടറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ ശ്രവിച്ചവരിൽ വളരെ കുറച്ച് പേർ ചോദിക്കുകയുണ്ടായി, ബ്രദർ വിക്ടറിൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാനം എന്താണെന്ന്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ വിക്ടർ ബേറും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന ചുരുങ്ങിയ വാക്കുകൾ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഫാദർ സെക്രിയാസ് ഏടാട്ട് ഇവിടെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ഭൗതിക മനുഷ്യൻ്റെ സമ്പന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയും അരുചി നിറഞ്ഞ ആത്മീയ അനുഭവങ്ങളിലൂടെയും കടന്നു കയറി വന്ന നിമോഗ്നരുടെ ഇടയിൽ ഒരു മിന്നലുളിയിൽ ക്രിസ്തുവിനെ നോക്കി പ്രകാശിതനായ ഒരു മനുഷ്യൻ. അതായത് സമ്പത്തിൻ്റെ മധ്യത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഈശോയിൽ വരുന്നതിന് മുമ്പ്, കർത്താവിനെ അനുഭവിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ സ്പർശനം ഏറ്റ ശേഷം അദ്ദേഹം 18 മാസത്തിലെ മൗന ദിനങ്ങളിൽ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം പരിശുദ്ധ കുർബാനയായിരുന്നു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പോകുന്ന അദ്ദേഹം ആ ദിവ്യബലിയിൽ വായിക്കുന്ന ദൈവവചനങ്ങൾ വീട്ടിൽ വന്ന് എഴുതി ആ വചനങ്ങൾ ധ്യാനിച്ച്, ദാനിയേലച്ചൻ പറയുന്നത് പോലെ ആ വചനത്തിൻ്റെ മുകളിൽ അടയിരുന്ന് ദൈവവചനം വിരിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ബ്രദർ വിക്ടർ. പരിശുദ്ധ കുർബാനയോട് കർത്താവിൽ വന്ന ശേഷം ആഴമായ ഭക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തിയപ്പോഴേക്കും പരിശുദ്ധ കുർബാനയുമായിട്ട് ഗാഢമായ ഒരു ബന്ധം സ്ഥാപിതമാകുകയും ചെയ്തു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, നമ്മൾ ശരീരത്തിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ അവ നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നു. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങൾ നൽകുന്നു. എന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവ നമ്മുടെ ശരീരത്തിലേക്കല്ല അലിഞ്ഞു ചേരുന്നത്, മറിച്ച് നമ്മൾ കർത്താവിൻ്റെ ആ സാദൃശ്യത്തിലേക്ക് എത്തപ്പെടുകയാണ്. അങ്ങനെ അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിച്ച ദിവ്യബലിയിൽ പങ്കുകൊണ്ട ബ്രദർ വിക്ടർ എന്ന മഹാനായ വ്യക്തി അവസാന സമയം ആയപ്പോഴേക്കും പരിശുദ്ധ കുർബാനയുടെ ഒരു മനുഷ്യനായി തന്നെ തീർന്നു. അദ്ദേഹത്തിന് ആഴമായ ഭക്തിയും ദൈവഭയവും ബഹുമാനവും ഒക്കെയായിരുന്നു പരിശുദ്ധ കുർബാനയോട്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഈശോയിൽ വരുന്നതിന് മുമ്പ് ഞായറാഴ്ച ദിവസം മാത്രം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കുട്ടികളായ ഞങ്ങളൊക്കെ ബ്രദർ വിക്ടറിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു പ്രേരണ അദ്ദേഹം പറയാതെ തന്നെ ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഉദിച്ചു. 2 കൊരിന്തോസ് 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. ബ്രദർ വിക്ടറിൻ്റെ പരിശുദ്ധ കുർബാനയോടുള്ള തീഷ്ണതയാണ് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിച്ചതും
അനുദിനം ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാൻ അറിയാതെ തന്നെ ഒരു പ്രേരണ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഉദിച്ചത്. അതാണ് റോമാക്കാർക്ക് ലേഖനം 11-16 വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, തായ്വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും. ഈ തായ്വേരായ ബ്രദർ വിക്ടറിന് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവുമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നെത്തുന്ന എല്ലാവരെയും അറിയാതെ തന്നെ പരിശുദ്ധ കുർബാനയിലേക്ക് ആകർഷിച്ചത്. തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും, ബ്രദർ വിക്ടറിന് ശക്തിയും ആ കൃപയും എല്ലാം ലഭിച്ചത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. 2 തിമോത്തിയോസ് 2-1 പറയാണ്, എൻ്റെ മകനെ നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിന് ശക്തി സ്വീകരിക്കുക. നമ്മൾ അനുദിനം ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് ശക്തി ലഭിക്കുകയാണ്. ബ്രദർ വിക്ടറിനും അനുദിനമുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് വഴി അദ്ദേഹത്തിന് വലിയ ആത്മീയ ശക്തി ലഭിച്ചു. അദ്ദേഹം പറയുമായിരുന്നു, പരിശുദ്ധ കുർബാനയും ദൈവവചനവും രണ്ടും കൂടി ചേർന്നാൽ, അവ രണ്ടും കൂടി നമ്മളിലേക്ക് വന്നാൽ ഭയങ്കര ആത്മീയ ശക്തിയായിരിക്കുമെന്ന്. ഇത് തന്നെയാണ് സഭയുടെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലും പറയുന്നുണ്ട്. തിരുസഭ പരിശുദ്ധ കുർബാനയ്ക്കും ദൈവവചനത്തിനും തുല്യ സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്ന്. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-14 ഈ വചനം മാംസമായതാണ് പരിശുദ്ധ കുർബാന. ആ ഈശോ ആകുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ വചനമെടുക്കുമ്പോഴും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമുക്ക് ഭയവും ഭക്തിയും എല്ലാം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ദൈവവചനത്തോടും പരിശുദ്ധ കുർബാനയോടുമുള്ള ആഴമായ ഭക്തിയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയും ആ സീരിയസ്നെസ്സും എല്ലാം ഭയങ്കര ശക്തമായിരുന്നു. കാരണം ദൈവീക കാര്യങ്ങൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരുന്നത്. തമാശകൾക്കോ മറ്റൊന്നിനോ വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. എല്ലാം ആ ഈശോയോടുള്ള ആ സഭയോടുള്ള സ്നേഹം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിലൂടെ കർത്താവിൽ വന്ന അനേകർ തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും ഇന്ന് അനേകർ സഭയിൽ പുരോഹിതന്മാരും സിസ്റ്റേഴ്സുമായി സേവനം ചെയ്യുകയും അനേകർ ആത്മായ പ്രേക്ഷിതരായി തിരുസഭയെ ശക്തിപ്പെടുത്തുന്ന ഉപകരണങ്ങളായി മാറുകയും ചെയ്തത്. ബ്രദർ വിക്ടർ തൻ്റെ ജീവിതത്തിൽ ഈശോയിൽ വന്ന ശേഷം സ്വഭവനത്തിൽ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥന ആരംഭിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു, സാബത്ത് ദിവസം വിശുദ്ധ ദിനമായിട്ട് ആചരിക്കണമെന്നും അന്ന് കർത്താവിൻ്റെ വചനങ്ങൾ പങ്കുവയ്ക്കണമെന്നും കർത്താവ് വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ അനേകർ അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് എത്തപ്പെടുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച എത്ര ദൂരത്തു നിന്ന് വരുന്നവരോടാണേലും ബ്രദർ നൽകുന്ന ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവനവൻ്റെ ഇടവക ദേവാലയങ്ങളിൽ പോയി ദിവ്യബലിയിൽ പങ്കുകൊള്ളണമെന്നും ദിവ്യകാരുണ്യം സ്വീകരിച്ച് എത്തണമെന്നും അത് ബ്രദർ വിക്ടറിന് നിർബന്ധമായിരുന്നു. കാരണം ഞായറാഴ്ച ദിവസം എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണമെന്ന് അദ്ദേഹം ശക്തമായി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ആ ഈശോയെ സ്വീകരിക്കുന്നത് വഴി ശക്തരായി തീരുകയും ചെയ്യുന്നു. നമുക്കറിയാം, ദിവ്യകാരുണ്യമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പവർ ഹൗസ് എന്ന്. നമുക്ക് ഓരോരുത്തർക്കും ശക്തിയും ഊർജ്ജവും നൽകുന്നത് പരിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ ഭക്ഷണവും എന്താണ്? പരിശുദ്ധ കുർബാനയും ദൈവവചനവും വ്യക്തിപരമായ പ്രാർത്ഥനയുമാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-48 പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. നമുക്ക് ദൈവീക ജീവൻ നൽകുന്ന ആ അപ്പമായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ശക്തരായിട്ട് മാറുകയാണ്. അനുദിനം നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫിലിപ്പിയർക്ക് ലേഖനം 3-21 പറയാണ്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. നമ്മൾ അനുദിനം ഈശോയെ സ്വീകരിച്ച് ഈ ദൈവവചനവും കൂടി വായിച്ച് നമ്മൾ ഈ വചനത്തിൽ ജീവിച്ചാലോ നമ്മളെന്തായി മാറും? നമ്മുടെ ശരീരം
ആ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് തന്നെയായിരുന്നു ബ്രദർ വിക്ടറിൻ്റെ ജീവിതത്തിലും. അദ്ദേഹം ഈശോയിൽ വന്ന നാളുകൾ അപേക്ഷിച്ച് ഓരോ ദിവസവും കർത്താവിലേക്ക് വളരുന്നത് വഴി സഭയെ ആഴമായി സ്നേഹിച്ചിരുന്നു. പരിശുദ്ധ കുർബാനയും വിശുദ്ധ കൂദാശകളെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അനേകരെ വിശുദ്ധ കൂദാശ സ്വീകരണത്തിനായി ഒരുക്കിയിരുന്നു. അനേക വിജാതീയർ മനസ്സാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ഇടയായി. കാരണം ബ്രദർ പറയുമായിരുന്നു, 2 പത്രോസ് 2-ാം അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ ക്രൈസ്തവൻ്റെ വിളി തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം സകല കൂദാശകളും സഭയിൽ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവീക സ്വഭാവത്തിലേക്ക് പങ്കുകാരാകുവാൻ വേണ്ടിയാണ് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങളാകുന്ന ഈ കൂദാശകളെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് പറയുമായിരുന്നു, നമ്മൾ കൂടെ കുമ്പസാരിച്ച് നമ്മൾ വിശുദ്ധ കുർബാന എന്നും സ്വീകരിക്കണം. ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ സാധിക്കുമ്പോഴെല്ലാം പോയി സന്ദർശിച്ച് അവിടെ നിന്നാണ് നമ്മൾ ശക്തി സ്വീകരിക്കേണ്ടത്. മദർ തെരേസയുടെ ജീവിതത്തിൽ മദർ തെരേസ പറയും, തൻ്റെ ശുശ്രൂഷകൾ തുടങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മദർ തെരേസ പരിശുദ്ധ കുർബാനയുടെ ആ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്തിരിക്കും. അവിടെ നിന്നാണ് ആ ദിവസത്തിന് വേണ്ട ശക്തി മുഴുവൻ മദർ തെരേസയ്ക്ക് ലഭിക്കുന്നത്. അതെ, ബ്രദർ വിക്ടറിനും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ശക്തി മുഴുവനും ലഭിച്ചത്. അദ്ദേഹം പറയുമായിരുന്നു, ബ്രദർ ഷാജിയുടെ ആ 1-ാം വർഷത്തിൻ്റെ അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ആ കുർബാനയുടെ ശക്തി എന്താണെന്ന് ദൈവം ബ്രദറിന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അന്ന് ദൈവം കാണിച്ചു കൊടുത്തു ഒരു തിരിയ് കത്തി ഇല്ലാതായി തീരുന്നത്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ബ്രദർ കർത്താവിനോട് ചോദിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന്. അപ്പോൾ ബ്രദർ പറയുകയായിരുന്നു, ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഈശോ വളർന്ന് നമ്മൾ ഇല്ലാതായിത്തീരണം. വീണ്ടും കർത്താവ് ബ്രദറിനോട് എളിമപ്പെടാനാണ് പറയുന്നതെന്ന്. അപ്പം പരിശുദ്ധ കുർബാനയിലൂടെ അനേക രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം തൻ്റെ പ്രബോധനങ്ങളിൽ ഉടനീളം പറയുമായിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 18-ഉം 19-ഉം വചനത്തിൽ ഓരോ പുരോഹിതരും ഏറ്റവും ശ്രേഷ്ഠമായി ബലിയർപ്പിക്കുമ്പോൾ വിശുദ്ധിയോടെ അർപ്പിക്കുകയാണെങ്കിൽ എത്രയോ മനോഹരമാണെന്ന്. അതെ, ബ്രദർ പറയുമായിരുന്നു. 1 കൊറിന്തോസ് 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ അയോഗ്യതയോടെ ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിൽ ചിലർ മരിച്ചു പോകുന്നതിനും ചിലർ രോഗികളായി തീരുന്നതിനും എല്ലാം കാരണം അയോഗ്യതയോടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്ന്. നമുക്കും യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് അനുദിനം നമുക്ക് ഈശോയിൽ ശക്തിപ്പെടാം. ബ്രദർ ഓരോ പുരോഹിതരെയും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഓരോ സിസ്റ്റേഴ്സിനെയും ഒത്തിരിയേറെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ധ്യാനം മദ്രാസിൽ നടന്നപ്പോൾ സെൻറ് തോമസ് മൗണ്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും തീക്ഷ്ണതയും കണ്ട പുരോഹിതന് ഈശോയുടെ തിരുരക്തം ബ്രദറിൻ്റെ കൈകളിൽ നൽകുകയും ആ വൈദികൻ ബ്രദർ വിക്ടറിൻ്റെ കയ്യിലിരുന്ന ആ ഈശോയുടെ തിരുരക്തത്തിൽ മുക്കി പുരോഹിതൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബ്രദർ കണ്ണീരോടെ ഒത്തിരിയേറെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. കാരണം അതെല്ലാം ഞങ്ങൾ കണ്ട വ്യക്തികളാണ്. ബ്രദർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഈശോയുടെ ശരീരം എടുക്കുവാനുള്ള യോഗ്യത എനിക്ക് ലഭിച്ചല്ലോ എന്ന്. ആ ദൈവവചനത്തിൻ്റെ മനുഷ്യനായ അദ്ദേഹം പരിശുദ്ധ കുർബാനയെ ആഴമായി സ്നേഹിച്ചു. ഓരോ ആത്മാക്കൾക്കും ചില പൈശാചിക ശക്തികൾ ഓരോ വ്യക്തികളിൽ നിന്ന് വിട്ടുപോകാൻ താമസിച്ചെങ്കിൽ ബ്രദർ പറയുമായിരുന്നു, അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കണം.
അവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നെല്ലാം. അത്രമാത്രം വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു ബ്രദർ വിക്ടർ. പിന്നെ ദൈവം ഓരോരുത്തർക്കും ഓരോ കാര്യസമാണല്ലോ നൽകിയിരിക്കുന്നത്. ആ ദൈവവചനത്തോടുള്ള ആഴമായ സ്നേഹം അദ്ദേഹത്തെ പരിശുദ്ധ കുർബാനയിലേക്കും അവസാന നാളുകളിൽ നയിക്കുകയും തിരുസഭയെ ആഴമായി സ്നേഹിക്കുകയും ചെയ്തു. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ 32 വരെയുള്ള തിരുവചനത്തിൽ പറയുകയാണ്, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവുകളോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആകേണ്ടതിനാണ്. പറയാണ്, ആ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ആ സഭയെ വിശുദ്ധീകരിച്ചതുപോലെ ഈശോ തന്നെ ബലിയാകുകയാണ്. ബ്രദർ പറയുമായിരുന്നു, നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടുമ്പോൾ തിരുസഭ ശക്തിപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും വചനത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിക്കപ്പെടുകയാണ്. അതാണ് 2 കൊരിന്തോസ് 4-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നത്. കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമർത്ഥമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും ഈശോയെ സ്വീകരിക്കുന്നത് വഴി നമ്മൾ വിശ്വാസത്തിൽ ഒന്നാവുകയും നമ്മൾ ഒരു ഭക്ഷണമാണ് നമ്മൾ ആ ഈശോയാകുന്ന ഭക്ഷണം നമ്മളെല്ലാം കഴിച്ച് നമ്മൾ ആത്മാവിൻ്റെ ഐക്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് തിരുസഭയുടെ 4 ഗുണങ്ങൾ പറയുന്നത്. സഭ ഏകമാണ്, പരിശുദ്ധമാണ്, സാർവത്രികമാണ്, അപ്പസ്തോലികമാണ്, ശ്ലൈഹികമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ തിരുസഭ ഏകമാണ്. അപ്പം നമ്മൾ ആ ഏക ബലിയർപ്പണം വഴി ആ ഈശോ ഏകമാകുന്ന ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിൽ ഐക്യപ്പെടുകയാണ്, ഒന്നായി തീരുകയാണ്, ഈശോയിലേക്ക് വളരുകയാണ്. അതാണ് 2 കൊരിന്തോസ് 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വനത്തിൽ പറയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാമെല്ലാം അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും എന്താണ് ഈശോയെ സ്വീകരിക്കുമ്പോഴും ഈശോ നമ്മളിൽ വളർന്ന് 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 നമ്മൾ ഇല്ലാതായി തീരുകയാണ്. അതാണ് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള തിരുവചനത്തിൽ ദൈവമായിട്ടും മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി, മനുഷ്യനെ ദൈവങ്ങളാക്കാൻ വേണ്ടി ഈശോ എന്ത് ചെയ്യുവാണ്? കുറഞ്ഞ് ഇല്ലാതായി തീർന്നത് പോലെ ഈശോയിൽ വളരുമ്പോൾ നമ്മളെല്ലാവരും കുറഞ്ഞ് ഈശോ നമ്മളിൽ വളരുകയും പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഗലാത്യർ 2:20 ഇനിമേൽ ഞാനല്ല എന്നിൽ ഈശോയാണ് ജീവിക്കുന്നതെന്ന്. നമ്മൾ ഓരോരുത്തരും ആ ഈശോ നമ്മളിൽ വളരാൻ അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും സഞ്ചരിക്കുന്ന സക്രാരികളായിട്ട് മാറണം. ആദ്യത്തെ സഞ്ചരിക്കുന്ന സക്രാരി പരിശുദ്ധ കന്യാമറിയമായിരുന്നു. കാരണം ആ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അവൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 39 മുതൽ 45 വരെയുള്ള തിരുവചനത്തിൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്രയാകുകയാണ്. ആ 3 മാസം കർത്താവിൻ്റെ പേടകം എവിടെയിരുന്നോ ആ സ്ഥലത്തും കൂടിയാണ് പരിശുദ്ധ കന്യാമറിയം എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്രയാകുന്നത്. 1 ദിനവൃത്താന്തം 13-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറയാണ്, അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പേടകം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എനിക്കെങ്ങനെ കഴിയും? എലിസബത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ കന്യാമറിയം ചെന്നപ്പോൾ എലിസബത്ത് പറയാണ്, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ദാവീദ് ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്യനായ ഓബോദ് ഏദോമിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പേടകം 3 മാസം അവിടെ ആയിരുന്നു. കർത്താവ് ഓബോദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലത്തിനെയും അനുഗ്രഹിച്ചു. അങ്ങനെ 3 മാസം ഓബോദ് ഏദോമിൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ പേടകം ഇരുന്നതുപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയം ആദ്യത്തെ സക്രാരിയും എലിസബത്തിൻ്റെ ഭവനത്തിൽ 3 മാസം താമസിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്ന സക്രാരികളായിട്ട് നമുക്ക് മാറാം. ആ ഈശോയുടെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ബ്രദർ വിക്ടറിനെ പോലെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്
ആ കർത്താവിൽ ആയിരിക്കുവാനും ദൈവവചനത്തിനും പരിശുദ്ധ കുർബാനയോടുമുള്ള ആഴമായ ഭക്തി നമുക്ക് ഓരോരുത്തർക്കും വളർത്തിയെടുക്കാം. വിശുദ്ധർ പറയുന്നത് പോലെ അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധരായി കൂടാ? നമുക്കും വിശുദ്ധരാകാൻ ശ്രമിക്കാം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് തിരുസഭയിലൂടെ ദൈവവചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നൽകിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു പരിശുദ്ധ കുർബാനയാക്കി നമ്മളെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.